ഹായ് ഹലോ. അപ്പോൾ ഇപ്പോൾ രാവിലെ 7 മണി കേട്ടോ. ഈ സമയമാണ് നമ്മൾ സ്കൂളിലാക്കി തിരിച്ച് വരികയാണേ. അപ്പോൾ അതേ തിരിച്ച് വന്ന് ഞാൻ വേഗം കിച്ചണിൽ നോക്കുമ്പോൾ കിച്ചൺ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരി ഇടാമെന്ന് വിചാരിച്ച് അടിച്ചു വരി ഇട്ടു. പിന്നെ വേഗം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു. പിന്നെ വേഗം ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഓഫാക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ചോറ് അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും നല്ല ചോറായിട്ട് കിട്ടും. പിന്നെ ഇത് ഞാൻ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ, മാവാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതിയിട്ട് അത് കഴുകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കുഞ്ഞിനെ കൊണ്ടാക്കി തിരിച്ച് വന്നാൽ വിവേട്ടൻ വേഗം ചായ കുടിച്ചിട്ട് പോയിട്ട് ഉറങ്ങും കേട്ടോ. കാരണം രാത്രി 1:30 മണിക്കാണ് വന്ന് കിടക്കുന്നത്. പിന്നെ രാവിലെ 6 മണിക്ക് എണീക്കലൊക്കെ ആകുമ്പോൾ ഉറക്കം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട് കേട്ടോ. എന്നാൽ തന്നെ വന്ന് കിടന്നാൽ ചില സമയം പറയും ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഉറക്കം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉറക്കം ശരിയാവില്ല എന്നൊക്കെ പറയും. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ രാത്രി വൈകി വരുന്നതുകൊണ്ട് ഉറങ്ങിയില്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ട് ഡോറൊക്കെ അടച്ച് സൗണ്ട് ഉണ്ടാക്കാണ്ട് വേണം കേട്ടോ ഓരോന്ന് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ തീർക്കും. അപ്പോൾ കുക്കിങ് ഇതന്നെ ഉണ്ടാവുള്ളൂ, വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പം എന്തായാലും ക്ലീനിങ് കുക്കിങ് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ ഭാഗത്ത് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ. വെറും കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രമായിട്ട് തന്നെ നമുക്കിത് എത്തണില്ല കേട്ടോ. എന്തോരം പണികൾ, ഏത് സമയം പണിയാണല്ലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത്. അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ കുറിച്ച് ആലോചിക്കണം കേട്ടോ. കാരണം രാവിലെ 7:15 ആകുമ്പോഴേക്കും ഇതിപ്പോൾ എനിക്ക് വെറും ഒരു ബ്രെഡോ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി. അവന് വെറും സ്നാക്സ് ഐറ്റംസ് മാത്രം കൊടുത്തു വിട്ടിട്ട് തന്നെ ഞാൻ ആകെ എനിക്ക് ശ്വാസം വിടാൻ സമയമില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. 5:30 എണീറ്റാൽ പോലും ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് 7:15 ആകുമ്പോഴേക്കും 7:15 ബസ്സിലൊക്കെ ഞങ്ങൾ പോയൊരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പം 7 മണിയാകുമ്പോഴേക്കും ചോറും കറിയും ചായയും എല്ലാം ഉണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തൊക്കെ വെക്കണ അമ്മേനൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ അത്ഭുതമൊക്കെ തോന്നാം കേട്ടോ. എങ്ങനെയാണ് അവർക്കൊക്കെ ഇതിന് സാധിക്കണമെന്നുള്ളത്. അപ്പം എന്തായാലും ഇന്ന് ഞാൻ എന്തായാലും പാലക്കും പരിപ്പും കറി വയ്ക്കാം. പിന്നെ അതുപോലെ ബീട്രൂട്ട് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ അത് വേഗം പരിപ്പ് വേഗം കുക്കറിൽ വെച്ചു. പിന്നെ പാലക്ക് വേഗം അരിഞ്ഞു, എല്ലാം അരിഞ്ഞ് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുഞ്ഞൂന് എരി ഇല്ലാണ്ട് വെക്കണം കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം സെപ്പറേറ്റ് വെക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആദ്യം എരിവ് ഇടില്ല, പിന്നെ ലാസ്റ്റ് വറുത്തിടുമ്പോൾ മാത്രമേ എരിവ് ചേർക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഞാൻ ആദ്യം പാലക്കും പരിപ്പും വെറും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അതൊന്നും അവന് മാറ്റി വെച്ചു. എന്നിട്ട് ഞങ്ങൾക്കുള്ളതിലേക്ക് തേങ്ങയും പച്ചമുളകും ഇതൊക്കെ പാടെ അരച്ച് ചേർത്തതാണ് കേട്ടോ അപ്പോൾ കണ്ടത്. പിന്നെ അതങ്ങനെ ഒഴിച്ച് ഇനി വറവിടുമ്പോൾ അവൻ്റെയിലേക്ക് എന്തൊക്കെയാണോ കുഞ്ഞുള്ളി അരിഞ്ഞതും നെയ്യിൽ വറവിടും. ഞങ്ങളുടെ ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുക്കിങ്ങിന് അങ്ങനെ പോവാണ് കേട്ടോ. കാരണം അവനെ വെജിറ്റബിൾസ് കഴിക്കാൻ വേണേനും എരിവോട്ട് പറ്റുള്ളൂ, അല്ലാതെ ചെറിയ എരിവൊക്കെ പറ്റും. പക്ഷെ ചില സമയത്ത് എരിവ് തീരെ ഇതാക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ വിവേട്ടനൊന്നും നെയ്യ് അങ്ങനെ കൂട്ടില്ല. അപ്പോൾ ഞാൻ വറവിടുന്ന സമയത്ത് അതിലൊക്കെ നെയ്യാണ് ചേർക്കുക കേട്ടോ. അതൊന്നും പിന്നെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ, എങ്ങനെ നെയ്യിൻ്റെ ചോയുണ്ടെന്നൊന്നും ഒന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ സാമ്പാറാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലുള്ള ചീരയോ പാലക്കൊക്കെ വെക്കുന്ന സമയത്തോ അങ്ങനെ എന്ത് വറുത്തിടുമ്പോഴും ഇനിയിപ്പോൾ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഞാൻ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ചില സമയത്തൊക്കെ പറയും നെയ്യാണല്ലോ ഇത് യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഇതൊക്കെയാണല്ലേ പരിപാടി എന്നൊക്കെ ചോദിക്കണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതെന്തായാലും വറുത്തിട്ടു. പിന്നെ ഞങ്ങളതിലേക്കുള്ളത് ഇതാ മുളക് പൊടി, അതിന് മുന്നേ അവന് മാത്രമുള്ളതാണ് കേട്ടോ വറുത്തിട്ടത്. അങ്ങനെ കറി എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇനി വേഗം ഞാൻ ഈ പാനിൽ തന്നെ ഉപ്പേരി ഇങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് വേഗം ഉപ്പേരി ഇതേപോലെ തന്നെ കേട്ടോ. ആദ്യം വെറും ഉപ്പിട്ടിട്ട് ജസ്റ്റ് ആവിയിൽ ഇങ്ങനെ വേവിക്കും. എന്നിട്ട് അത് വെന്ത് കഴിയുമ്പോൾ മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങളതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചത് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ചൂട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാൽ തന്നെ കിച്ചണിൽ ഒരു 5 മിനിറ്റ് നിൽക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ചൂടാണ്. എവിടെ നിന്നാണ് ഈ ചൂട് വരണമെന്നൊന്നും മനസ്സിലാവണില്ല. പിന്നെ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുക്ക് ചെയ്തൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ചൂട്. എക്സോസ്റ്റ് ഇട്ടാൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ ആകെയുള്ളതൊരു ചെറിയ വിൻഡോ ആണ്. നമുക്ക് അത് തുറന്നു കഴിഞ്ഞാലാണെങ്കിൽ ഇവിടെ പ്രാവിൻ്റെ ഈ ഭാഗത്തുള്ളവർക്ക് അറിയണ്ടായിരിക്കും. അപ്പോൾ അതും ഒരു നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് തളർന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഏട്ടനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂസമ്പ് എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ കേട്ടോ. അപ്പോൾ അതും എണീറ്റ് കൊടുത്തിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ ഉറങ്ങുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഉണർത്തിയില്ല. അടുത്ത് നേരെ ഫ്രിഡ്ജിക്ക് വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വേഗം ഒന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ. എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനം മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം താഴത്തിറങ്ങി, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനതേ വേഗം ലിഫ്റ്റൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് ഭാഗത്ത് കൂടിയാണ് പോയത്. ഇവിടെ തന്നെ ചൂട് സഹിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ ആ ഷോപ്പും. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഈ കടയായിട്ട് എനിക്ക് വലിയൊരു ആത്മബന്ധമുണ്ട് കേട്ടോ. ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയാം. അങ്ങനെ ഞാനിതേ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞോ, ഏട്ടൻ്റെ കോൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് വേഗം ഓടി വന്ന് പിന്നെ ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ കേട്ടോ. ഇനി കുട്ടീനെ പിക്ക് ചെയ്യാൻ. അപ്പോൾ